ജയറാമും മകൻ കാളിദാസ് ജയറാമും പ്രധാന വേഷത്തിലെത്തുന്ന ആശകൾ ആയിരം എന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണ്. ഫെബ്രുവരി 6-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുക. ആശാ ശരത്, ഇഷാനി കൃഷ്ണ എന്നിവരും ആശകൾ ആയിരത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജയറാമും ആശാ ശരത്തും ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ്. ഇഷാനി കൃഷ്ണ നായികയായി അഭിനയിക്കുന്ന ആദ്യ സിനിമയാണ് ആശകൾ ആയിരം. ജയറാമും ആശാ ശരത്തും തുടരെ അഭിമുഖങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇഷാനി കൃഷ്ണയെ അഭിമുഖങ്ങളൊന്നും കാണാറില്ല. സോഷ്യൽ മീഡിയ താരമാണ് ഇഷാനി കൃഷ്ണ. 10 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർ. ഇഷാനിയുടെ അഭിമുഖങ്ങൾക്ക് ജനശ്രദ്ധ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇത് ആശകൾ ആയിരത്തിന് ഏറെ ഗുണം ചെയ്യും. എന്നാൽ ഇഷാനി ഇതുവരെ അഭിമുഖങ്ങളൊന്നും കാണുന്നില്ല. ഇഷാനി പ്രൊമോഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന ചോദ്യവുമുണ്ട്. ട്രെയിലർ നൽകുന്ന സൂചന പ്രകാരം ഇഷാനിക്ക് വലിയ റോൾ ഈ സിനിമയിലില്ല. ഒരുപക്ഷെ അതുകൊണ്ടാണോ ഇഷാനി മാറി നിൽക്കുന്നത് എന്ന ചോദ്യമുണ്ട്. സിനിമയെക്കുറിച്ച് ഇഷാനിയുടെ അമ്മ സിന്ധു കൃഷ്ണയും വലിയ താല്പര്യത്തോടല്ല സംസാരിച്ചത്. ഇഷാനിയുടെ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ആവേശമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സിന്ധു കൃഷ്ണ. അങ്ങനെ ഒന്നിനോടും ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് വെക്കാത്ത ആളാണ് ഞാൻ. സിനിമ റിലീസാകുന്നത് സന്തോഷം. വരട്ടെ കാണാം. അമ്മുവിന്റെ പടങ്ങളൊക്കെ വന്നപ്പോഴും ഞാനിതൊന്നും വൗ പറഞ്ഞു ഇരിക്കില്ല. എല്ലാം കുറച്ച് നോർമലാണ് ഞങ്ങൾ കാണുന്നതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. ആശകൾ ആയിരത്തിന്റെ പോസ്റ്ററുകളും മറ്റും ഇഷാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മുൻനിര താരങ്ങൾ ഉൾപ്പെടെ തങ്ങൾ അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊമോഷൻ മുടങ്ങാതെ എത്താറുണ്ട്. കാരണം മീഡിയകൾ വഴിയുള്ള പ്രൊമോഷൻ സിനിമയുടെ മാർക്കറ്റിംഗിലെ വലിയൊരു ഘടകമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇഷാനിയുടെ അഭിമുഖങ്ങൾ വരാത്തതെന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇഷാനി അഭിമുഖങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞവരാരും ഇഷാനി കൃഷ്ണന്റെ കുടുംബത്തിലില്ല. അച്ഛൻ കൃഷ്ണകുമാർ, ചേച്ചി അഹാന കൃഷ്ണ എന്നിവർക്ക് സിനിമാ മേഖലയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. ഇഷ്യാനിയുടെ മറ്റൊരു സഹോദരി ദിയ കൃഷ്ണ സിനിമകളിൽ അവസരം ലഭിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ഈ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു.